പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജെഎസ്എസ് എൽഡിഎഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് ജെഎസ്എസ് ജനറൽ സെക്രട്ടറി കെ.ആർ. ഗൗരിയമ്മ. എൽഡിഎഫ് മുന്നണിയിൽ അംഗമാവുന്നത് സംബന്ധിച്ച് കത്ത് നൽകിയിട്ടില്ലെങ്കിലും ചർച്ചകൾക്ക് ജെഎസ്എസിന്റെ ഭാഗത്തുനിന്നും സ്വാഗതാർഹമായ നിലപാടാണെന്ന് എൽഡിഎഫ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ടെന്നും കെ.ആർ. ഗൗരിയമ്മ പറഞ്ഞു. ആലപ്പുഴയിൽ നടന്ന ജെഎസ്എസ് സംസ്ഥാന സെന്റർ യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. തെരഞ്ഞെടുപ്പിനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞിട്ട് എല്ലാ നിയോജകമണ്ഡലങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വിളിച്ചു കൂട്ടാണ്ടിരുന്നു. ഇതാണ് ഇന്നത്തെ പ്രധാന തീരുമാനം. എല്ലാ നിയോജകവും രാഷ്ട്രീയ വിശദീകരണവും നടക്കുക. പിന്നെ എന്ത് വേണം? ഇലക്ഷൻ്റെ നിലപാട് നമ്മളിപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ UDF വിട്ടു പോരാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഒരു ഘടകകക്ഷിയിലും ഞങ്ങൾ എടുത്തിട്ടുണ്ടോ? LDF എടുത്തിട്ടില്ല. UDF നിന്ന് വിട്ടുപോകും. ഞങ്ങളിപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ ഓരോ നിയോജകമണ്ഡലങ്ങളിലും ഞങ്ങൾ ചർച്ച ചെയ്തത് UDF അല്ല, ഞങ്ങൾ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ അതാണ്. പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ജെഎസ്എസ് രാഷ്ട്രീയ വിശദീകരണ യോഗവും അവലോകനങ്ങളും സംഘടിപ്പിക്കും. UDFുമായി ഇനി ഒരു സഹകരണവുമില്ലെന്ന് ജെഎസ്എസ് ഉറച്ച നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ LDFുമായി അടുക്കുമെന്ന് പറയാതെ പറയേണ്ടി വരും. അതേസമയം ജെഎസ്എസ് വിമതപക്ഷമായ രാജൻ ബാബുവും സംഘവും ജെഎസ്എസിന്റെ ഔദ്യോഗിക നാമധേയവും കൊടിയും ഉപയോഗിക്കുന്നതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകണമെന്ന് ജെഎസ്എസ് സംസ്ഥാന സെന്റർ യോഗത്തിൽ തീരുമാനിച്ചുവെന്നും അതുപ്രകാരം വിദഗ്ധ അഭിഭാഷകരെ നിയോഗിച്ചിട്ടുണ്ടെന്നും കെ.ആർ. ഗൗരിയമ്മ അറിയിച്ചു.